യമനിലെ ഹൂത്തികൾ അഥവാ അൻസാർ അല്ലാഹ് ലോകശ്രദ്ധ നേടുന്നത് ചെങ്കടലിൽ ഇസ്രായേലുമായി ബന്ധമുള്ള കപ്പലുകൾ ആക്രമിച്ചുകൊണ്ടാണ്. ഈ ആക്രമണങ്ങൾ ലോക വ്യാപാരത്തെ പോലും ബാധിച്ചു. പക്ഷേ എന്തുകൊണ്ടാണ് യമനിലെ ഒരു വിമത സംഘം ഇത്രയും ദൂരെ കിടക്കുന്ന ഇസ്രായേലിനെ ആക്രമിക്കുന്നത്? ഇതിനു പിന്നിൽ ഒരുപാട് കാരണങ്ങളുണ്ട്. നമുക്കത് വിശദമായി പരിശോധിക്കാം. ഈ ആക്രമണങ്ങളുടെ പ്രധാന കാരണം ഫലസ്തീനോടുള്ള ഹൂത്തികളുടെ നിലപാടാണ്. ഗാസയിൽ ഇസ്രായേൽ നടത്തുന്ന ആക്രമണങ്ങൾക്കെതിരെ ശക്തമായ നിലപാട് സ്വീകരിക്കുന്നവരാണ് ഹൂത്തികൾ. ഗാസയിലെ ജനങ്ങൾക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് അവർ ഇസ്രായേലിനെതിരെ മിസൈലുകളും ഡ്രോണുകളും അയക്കുന്നു. ഹൂത്തി നേതാവ് അബ്ദുൽ മാലിക് അൽ ഹൂത്തി പലതവണ പ്രസ്താവിച്ചത് ഗാസയിൽ വെടിനിർത്തൽ ഉണ്ടാവുകയും മാനുഷിക സഹായങ്ങൾ എത്തുകയും ചെയ്താൽ മാത്രമേ തങ്ങളുടെ ആക്രമണങ്ങൾ നിർത്തുകയുള്ളൂ എന്നാണ്. ഫലസ്തീൻ പ്രശ്നത്തിൽ അറബ് രാജ്യങ്ങൾ വേണ്ടത്ര ഇടപെടുന്നില്ലെന്ന് അവർ കരുതുന്നു. അതിനാൽ സ്വന്തം നിലയിൽ ഇസ്രായേലിനെതിരെ പ്രവർത്തിച്ചുകൊണ്ട് അന്താരാഷ്ട്ര ശ്രദ്ധ നേടാൻ അവർ ശ്രമിച്ചു വരുന്നു. ഹൂത്തികൾ ഇറാനുമായി അടുത്ത ബന്ധം പുലർത്തുന്നവരാണ്. ഇസ്രായേലിൻ്റെയും അമേരിക്കയുടെയും പൊതുശത്രുവാണ് ഇറാൻ. ഇറാൻ പിന്തുണയ്ക്കുന്ന ഹിസ്ബുള്ള, ഹമാസ് തുടങ്ങിയ ഗ്രൂപ്പുകൾ ഉൾപ്പെടുന്ന ആക്സിസ് ഓഫ് റെസിസ്റ്റൻസ് എന്ന കൂട്ടായ്മയുടെ ഭാഗമാണ് ഹൂത്തികൾ. ഇസ്രായേലിനെതിരെ നേരിട്ട് യുദ്ധം ചെയ്യാൻ ഇവർ മടിക്കുമ്പോൾ ഹൂത്തികളെപ്പോലുള്ള തങ്ങളുടെ പ്രോക്സി ഗ്രൂപ്പുകളെ ഉപയോഗിച്ച് ഇറാൻ സമ്മർദ്ദം ചെലുത്തുന്നു. ഇറാനിൽ നിന്ന് ആയുധങ്ങളും സാങ്കേതിക വിദ്യകളും സഹായവും ഹൂത്തികൾക്ക് ലഭിക്കുന്നുണ്ടെന്ന് അമേരിക്കയും ഇസ്രായേലും ആരോപിക്കുന്നു. അതിനാൽ ഹൂതികളുടെ ആക്രമണങ്ങൾ ഇറാന്റെ താൽപ്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിനുള്ള ഒരു നീക്കം കൂടിയാണ്. ഹൂത്തികൾ യമനിലെ ആഭ്യന്തര യുദ്ധത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന ഒരു വിമത ഗ്രൂപ്പാണ്. രാജ്യത്ത് തങ്ങളുടെ അധികാരം ഉറപ്പിക്കാൻ അവർക്ക് ജനങ്ങളുടെ പിന്തുണ ആവശ്യമാണ്. ഇസ്രായേലിനെതിരെയുള്ള ആക്രമണങ്ങൾ യമനിലെ സാധാരണ ജനങ്ങൾക്കിടയിൽ അവർക്ക് സ്വീകാര്യത വർദ്ധിപ്പിക്കുന്നു. അമേരിക്കയെയും ഇസ്രായേലിനെയും എതിർക്കുന്ന ഒരു ഗ്രൂപ്പ് എന്ന നിലയിൽ അവർക്ക് അറബ് മുസ്ലിം ലോകത്ത് വലിയ പിന്തുണ ലഭിക്കുന്നു. ഈ പ്രതിച്ഛായ യമനിലെ അവരുടെ നില ഭദ്രമാക്കാൻ സഹായിക്കുന്നു. തങ്ങളുടെ പോരാട്ടത്തെ ഒരു വിശുദ്ധ യുദ്ധമായി ചിത്രീകരിക്കാൻ ഈ ആക്രമണങ്ങൾ അവരെ സഹായിക്കുന്നു. ചെങ്കടലിലെ പ്രധാന കപ്പൽപാതയായ ബാബൽ മൽദേബ് കടലെടുക്ക് നിയന്ത്രിക്കുന്നത് ഹൂത്തികളാണ്. ഈ തന്ത്രപ്രധാനമായ സ്ഥാനം ഉപയോഗിച്ച് അവർക്ക് ലോക വ്യാപാരത്തെ സ്വാധീനിക്കാൻ കഴിയും. ഇസ്രായേലുമായി ബന്ധമുള്ള കപ്പലുകളെ ആക്രമിച്ചുകൊണ്ട് അവർ ആഗോള ശ്രദ്ധ നേടുകയും ഒരു പ്രധാന ശക്തിയായി സ്വയം പ്രഖ്യാപിക്കുകയും ചെയ്തു. ഇത് ലോകരാജ്യങ്ങളെ സമ്മർദ്ദത്തിലാക്കുന്നു. ഗസയിലെ പ്രശ്നത്തിൽ ഇടപെടാൻ അന്താരാഷ്ട്ര സമൂഹത്തെ നിർബന്ധിതരാക്കുക എന്നതും ഇതിലൂടെ ഇവർ ലക്ഷ്യമിടുന്നു. ചെങ്കടലിലെ ഈ ആക്രമണങ്ങൾ ലോക സാമ്പത്തിക മേഖലയ്ക്ക് വലിയ വെല്ലുവിളിയാണ് ഉയർത്തുന്നത്. ചുരുക്കത്തിൽ ഹൂതികളുടെ ഇസ്രായേൽ ആക്രമണങ്ങൾക്ക് പിന്നിൽ ഫലസ്തീനോടുള്ള ഐക്യദാർഢ്യം, ഇറാന്റെ പിന്തുണ, ആഭ്യന്തര രാഷ്ട്രീയ നേട്ടങ്ങൾ, തന്ത്രപരമായ സ്വാധീനം തുടങ്ങിയ സങ്കീർണമായ കാരണങ്ങളുണ്ട്. ഇത് ഗാസയിലെ യുദ്ധത്തെ ഒരു പ്രാദേശിക പ്രശ്നത്തിൽ നിന്ന് കൂടുതൽ വലിയ ഒരു അന്താരാഷ്ട്ര പ്രതിസന്ധിയാക്കി മാറ്റിയിട്ടുണ്ട്.
ഈ വിഷയത്തെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റ് ചെയ്യുക. കൂടുതൽ വിവരങ്ങൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.